നമസ്തേ, പ്രീതാസ് കെല്ലറിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു നാടൻ ഉച്ചയൂണാണ്. തേങ്ങയൊന്നും ചേർക്കാത്ത കറികളാണ്, നല്ല ടേസ്റ്റുമാണ്, പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ലല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ നമുക്ക് സമയം ഒട്ടും കളയാതെ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഉച്ചയൂണ് തയ്യാറാക്കാം. ചോറിന് കറിയായിട്ട് നമ്മളിവിടെ മുളക് കൃഷിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മസൂർ ദാൽ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് മസൂർ ദാൽ മതി. മസൂർ ദാൽ അല്ലെങ്കിൽ തോരപ്പരിപ്പ്, ഇതിലേതെങ്കിലും ഒന്ന് മതി. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയ കുക്കർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ മസൂർ ദാൽ കഴുകി വെച്ച മസൂർ ദാൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 2-3 തവണ നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് വെള്ളമൊന്നും വേണ്ട. ആ പരിപ്പിൻ്റെ കുറച്ച് മീതെ പൊങ്ങി നിൽക്കുന്നത്ര വെള്ളം മതി. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 1-2 വിസിൽ അടുപ്പിക്കുക. അപ്പോഴേക്കും നമ്മുടെ ഈ മസൂർ ദാലൊക്കെ ഒന്ന് വെന്ത് കിട്ടും. പരിപ്പ് വേവുമ്പോഴേക്കും നമുക്കിതിലേക്കുള്ള കഷ്ണങ്ങൾ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചുരക്കട കഷ്ണം തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതിൽ ഏകദേശം ഒരു 1/2 കിലോ ചുരക്കയാണ് ഉള്ളത്. ഇപ്പം നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് അതിൻ്റെ വിസിലിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. ഇനി കുക്കർ തുറന്നിട്ട് നന്നായിട്ട് വെന്തോ നോക്കാം. പരിപ്പൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി തവി കൊണ്ട് ഇതേപോലെ ഒന്ന് ഉടച്ചെടുക്കുക. ഇപ്പം പരിപ്പൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത് കഴുകി വെച്ച കഷ്ണങ്ങളുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പുളിക്ക് ചെറുതായ ഒരു പുളിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ 2 തക്കാളി ഇതേപോലെ വലിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള തക്കാളിയൊക്കെ ആണെങ്കിൽ ഒരു തക്കാളി മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും, മുളക് പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം. പിന്നെ ഈ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അധികം വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. ഇതേപോലെ കുറച്ച് വെള്ളമേ ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. വെള്ളം കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി വേവുമ്പോൾ കഷ്ണത്തിൽ നിന്ന് തന്നെ വെള്ളം ഊർന്ന് വരുള്ളൂ. അപ്പോൾ വെള്ളം കൂടുതലാവുള്ളൂ. അപ്പോൾ ഇതേപോലെ കുറച്ച് വെള്ളം മതി. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 1-2 വിസിലടുപ്പിക്കുക. ഇപ്പോൾ കുക്കറിലെ ആവിയൊക്കെ പോയിട്ടുണ്ട്. ഇനി അടപ്പ് തുറന്നിട്ട് നമുക്ക് കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്തോ നോക്കാം. കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് തവി കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അത് ആവശ്യത്തിനുള്ള കൊഴുപ്പുണ്ട്. കാരണം പരിപ്പൊക്കെ ആവശ്യത്തിനിട്ടുണ്ട്, കൂടുതലായിട്ടൊന്നുമില്ല. ഇത്രയ്ക്ക് കൊഴുപ്പ് മതി. ഇനി ഇതിലേക്കൊരു 1/2 തവി പച്ച വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചിട്ട് ഈ കറിയിലേക്ക് ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് ഒഴിക്കുമ്പോൾ വെളിച്ചെണ്ണയുടെയൊക്കെ നല്ല സ്മെല്ലാണ് കറിക്ക് ഉണ്ടാവുക. ഇനി ഇതിലേക്കൊരു 2 തണ്ട് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തണ്ടോടക്കനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഊരിയിട്ട് ഇട്ട് കൊടുക്കേണ്ട. ആ തണ്ടോടക്കനെ ഇട്ട് കൊടുക്കുമ്പോൾ കറിവേപ്പിലയുടെയൊക്കെ നല്ല സ്മെല്ലുണ്ടാവും. കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കുക. അടച്ചു വയ്ക്കുമ്പോഴേക്കും കറിവേപ്പിലയുടെയും വെളിച്ചെണ്ണയുടെയൊക്കെ സ്മെല്ല് നന്നായിട്ട് കറിയിലുണ്ടാവും. അടുത്തത് നമ്മൾ പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് മീഡിയം സൈസിലുള്ള 2 ബീറ്റ്റൂട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ഒന്ന് പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക. ഇത് ഞാൻ ചോപ്പറിൽ ചോപ്പ് ചെയ്തതാണ്. ഇതേപോലെ ചോപ്പറിലല്ല, കൈ വെച്ചിട്ട് ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക. ഇനി നമുക്ക് പച്ചടി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയിലേക്ക് ഒരു 2 മീഡിയം സൈസിലുള്ള സവാള പൊടിയായി അരിഞ്ഞതും, ഒരു 4-5 വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞതും, 2 പച്ചമുളക് കട്ട് ചെയ്തതും ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് ഇടുന്ന സമയത്ത് വീഡിയോ ഞാൻ ഓണാക്കാൻ മറന്നുപോയി. വെളുത്തുള്ളിയൊക്കെ കണ്ടില്ലേ, ഇതേപോലെ 4-5 വെളുത്തുള്ളിയുടെ അല്ലി ഇതേപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. അത് ഇടുന്ന സമയത്ത് ഓണാക്കാൻ മറന്നതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ അരിഞ്ഞിട്ടതിന് ശേഷം ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാടൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. ഈ സവാളയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇപ്പോൾ സവാളയൊക്കെ ആവശ്യത്തിന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇത്രയ്ക്ക് അങ്ങോട്ട് സോഫ്റ്റായി വന്നാൽ മതി. ഇനി ഇതിലേക്ക് ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബീട്രൂട്ട് ഉണ്ടല്ലോ, ഈ ബീട്രൂട്ട് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പിട്ടതിന് ശേഷം ഇതൊന്ന് നേരെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഉപ്പൊക്കെ ആ ബീട്രൂട്ടിൻ്റെ എല്ലാ ഭാഗത്തും നേരെ പോലെ മിക്സ് ആയിട്ടുണ്ട്. ഇതുപോലെ മിക്സ് ആയി കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ ഉരുക്കൂട്ടി വയ്ക്കുക. ഉരുക്കൂട്ടി വെച്ചതിന് ശേഷം അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്ത്. ഇപ്പോൾ ബീട്രൂട്ടൊക്കെ നേരെ വെന്തിട്ടുണ്ടാവും. കാരണം എണ്ണയിലാണ് പൊടിയായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് വെന്തിട്ടും അധികം നേരമൊന്നും വേണ്ട.
ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുക. ചെറുതായിട്ടൊരു വെള്ളത്തിൻ്റെ ഇതുണ്ടെങ്കിൽ അതൊന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കുക. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇത് ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ടേ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഇതൊന്ന് തണുക്കാം. ഇനി നമുക്ക് അടുത്ത ഉപ്പേരി റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കോവയ്ക്കയാണ് എടുത്തിട്ടുള്ളത്. കോവയ്ക്ക ഉപ്പേരിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അത് കോവയ്ക്ക നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. കനത്തിൽ കട്ട് ചെയ്തിട്ട് ഉപ്പേരി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉപ്പേരിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്ക് ഉപ്പേരി റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാണ് ഉപ്പേരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് മീഡിയം സൈസുള്ള ഒരു സവാള ഒന്ന് നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 3 പച്ചമുളക് കൊടുത്തിട്ടുണ്ട്. ഈ സവാളയും പച്ചമുളകും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, ഒരു 2 തണ്ട് കറിവേപ്പിലയും ഇതിലേക്കൊന്ന് ഊരിയിട്ട് കൊടുക്കുക. കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നേരെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ച കോവയ്ക്ക ഉണ്ടല്ലോ, ആ കോവയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ ഉപ്പേരിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പൊക്കെ കോവയ്ക്കയുടെ എല്ലാ ഭാഗത്തും നേരെ പോലെ ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു കൂട്ടി വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ കോവയ്ക്കൊക്കെ വെന്തിട്ടുണ്ടാവും. ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ കോവയ്ക്ക എന്ന് പറഞ്ഞാൽ ഈ വെജിറ്റബിളിനും അധികം വേവൊന്നുമില്ല, പെട്ടെന്ന് വെന്ത് കിട്ടും. കോവയ്ക്കൊക്കെ നേരെ വെന്തിട്ടുണ്ട്. ഇനി ഒന്ന് ചെറിയൊരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവുമല്ലോ, അതിൻ്റെ ആ നീരൊന്ന് വലിയിച്ചെടുക്കുക. നീര് വലിച്ചെടുത്താൽ ഉപ്പേരിക്ക് ഒന്നുകൂടി ടേസ്റ്റ് കൂടും. ഇപ്പം നീര് വലിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്കിതൊരു വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പം നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ പകുതിയാക്കി വെച്ച വേറൊരു സാധനമുണ്ട്, നമ്മുടെ പച്ചടി. ബീട്രൂട്ടൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇതുപോലെ തണുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് കുറച്ച് തൈര് ചേർക്കണം. തീരെ പുളിയില്ലാത്ത തൈരാണ് ചേർക്കേണ്ടത്. ഒരു 2-3 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈര് ചേർക്കുക. പുളിയുള്ള തൈര് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പച്ചടിയുടെ ടേസ്റ്റ് മാറുകയുള്ളൂ. അപ്പോൾ പുളിയില്ലാത്ത ഇതുപോലത്തെ തൈര് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. തൈര് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്താൽ മതി. ഇപ്പോൾ തൈരൊക്കെ നേരെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊന്ന് താളിച്ചൊഴിക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ വേണം. പിന്നെ ഇതിലേക്കൊരു 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്കൊരു 2 തണ്ട് കറിവേപ്പിലയും ഊരിയിട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്കൊരു 2 വറ്റൽമുളകും കൂടി പൊട്ടിച്ചിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മുടെ പച്ചടിയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മുളകുശ്യം, ബീട്രൂട്ട് പച്ചടിയും കോവയ്ക്ക ഉപ്പേരിയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഇതിൽ നമ്മൾ കാണിക്കാത്ത ചിക്കൻ മുളകിട്ടതും മാന്തളമീൻ വറുത്തതും ഞാൻ പ്ലേറ്റിൽ സെർവ് ചെയ്യുന്നുണ്ട്. ചിക്കൻ മുളകിട്ടതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിലുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനലിൽ കയറി കണ്ടാൽ മതി. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈസി റെസിപ്പീസാണ്. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിനി അടിപൊളി പുതിയ റെസിപ്പിയുമായി കാണാം. നന്ദി, നമസ്കാരം.